സർക്കാർ വാപ്പ യജമാനൻ ത്വരീഖത്തിൻ്റെ ഒരു അനുയായി എഴുതി പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സ്വഹാബിയാണെന്ന് ഒരു സഹാബിയും പറഞ്ഞിട്ടില്ല. പച്ചക്കള്ളമാണ് ഇദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്നത്. ഞാനതിന് സഹീൽ ബുഖാരിയിലുള്ള ഒരു ഹദീസ് വായിക്കുകയാണ്. കിതാബുൽ മനാഖിബിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഒരു ബാബു കൊടുക്കുന്നു, ബാബു ദിക്രി മുആവിയ റളിയല്ലാഹു അൻഹു. അതിൽ കൊടുക്കുന്ന ഹദീസ് ഇബ്നു അബി മുലൈക്ക റളിയല്ലാഹു അൻഹു ഖാല ഔത്തറ മുആവിയത്തു ബഅദൽ ഇശാഇ ബിറക്അത്തിൻ വഇൻദഹു മൗലൽ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ ഫഅത ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ ഫഖാല ദഅഹു ഫഇന്നഹു സഹിബ റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബുഖാരി 3764 നമ്പർ ഹദീസ്. ഇബ്നു അബി മുലൈക്ക റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഔത്തറ മുആവിയത്തു, മുആവിയ റളിയല്ലാഹു അൻഹു വിത്റാക്കി, ബഅദൽ ഇശാഇ, ഇശാഇൻ്റെ ശേഷം, ബി റക്അത്തിൻ, ഒരു റക്അത്ത് കൊണ്ട്, ഫഇൻദഹു മൗലൽ ഇബ്നു അബ്ബാസിൻ, അപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായുടെ മൗലയുണ്ട്. ഫഅത ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹു, അങ്ങനെ മൗല ഈ വിവരം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചെന്ന് പറഞ്ഞു, മുആവിയ റളിയല്ലാഹു അൻഹു ഒരു റക്അത്ത് കൊണ്ട് വിത്റാക്കിയിട്ടുണ്ട്. ആ മസ്അല പറഞ്ഞപ്പോൾ ഫഖാല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടിമയോട് പറഞ്ഞു, മൗലയോട് പറഞ്ഞു, ദഅഹു, മുആവിയ എന്നവർ ചെയ്തതിനെ നിങ്ങൾ സംസാരിക്കേണ്ടതില്ല, ഒഴിവാക്കൂ. ഫഇന്നഹു, കാരണം മുആവിയ റളിയല്ലാഹു അൻഹു സഹിബ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളോട് മുസാഹബത്തുള്ള ആളാണ്, നബിയുടെ സ്വഹാബിയാണ്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 3764 നമ്പർ ഹദീസായി ഉദ്ധരിക്കുന്നു. തൊട്ടടുത്ത് തന്നെ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് കൂടി കാണാം. ആ ഹദീസ് ഇങ്ങനെ വായിക്കാം. ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ വെച്ച് ചില ആളുകൾ അസറിന് ശേഷം സുന്നത്ത് നിസ്കരിക്കുകയാണ്. അങ്ങനെ സുന്നത്ത് നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു അവരോട് പറയുകയാണ്, ഇന്നക്കും ലതുസല്ലൂന സലാത്തൻ, നിങ്ങൾ ഒരു നിസ്കാരം നിർവഹിക്കുന്നു, ലഖദ് സഹിബിന അൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹബസിച്ച സ്വഹാബിമാരാണ്. ഫമാ റഅയ്നാഹു, നബിയെ ഞങ്ങൾ കണ്ടിട്ടില്ല, യുസല്ലിഹിമ, ഈ 2 റക്അത്ത് നബി നിസ്കരിക്കുന്നതായിട്ട്, വലഖദ് നഹാ അൻഹുമ, ഈ 2 റക്അത്തിനെ തൊട്ട് നബി നിരോധിച്ചിരിക്കുന്നു. ബുഖാരി ഇമാം അവിടെ കൊടുക്കുന്നു, യഅനി അർറകഅത്തൈനി ബഅദൽ അസ്ർ, അസറിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നബി നിരോധിച്ചിരിക്കുകയാണ്. ഇത് ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു ഒരു കൂട്ടം സ്വഹാബിമാരുടെ ഇടയിൽ വെച്ചിട്ട് പറയുകയാണ്, ഞങ്ങൾ സ്വഹാബിമാരാരും നബി തങ്ങൾ ഇങ്ങനെ 2 റക്അത്ത് അസറിൻ്റെ ശേഷം നിസ്കരിക്കുന്നത് കണ്ടിട്ടില്ല. ഈ ഹദീസ് സ്വഹീൽ ബുഖാരിയിൽ കൊണ്ടുവന്നപ്പോൾ അതിനെ സംബന്ധിച്ച് ഇബ്നു ഹജറിനിൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ പറയുകയാണ്, എന്തിനാണ് ഈ ഹദീസ് കൊണ്ടുവന്നത്? വൽ ഗർളു മിൻഹു, ഈ ഹദീസ് കൊണ്ടുവരാനുള്ള ആവശ്യം ഖൗലുഹു, മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖൗലാണ്. എന്താണ് ആ ഖൗല്? ലഖദ് സഹിബിന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹബിച്ച സ്വഹാബിമാരാണ്. ഈ ആശയം കൊണ്ടുവരാൻ വേണ്ടിയാണ് മനാക്കിബിൻ്റെ ബാബിൽ ഈ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി കൊണ്ടുവന്നത് എന്ന് ഹാഫിൽ ഇബ്നു ഹജറിനിൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ.
എന്നിട്ട് തുടർന്ന് പറയുന്നു വൽ കലാമു അല സ്വലാത്തി ബാദ സലാത്തിൽ ആസിരി, അസറിൻ്റെ അസറുടെ നിസ്കാരത്തെ പറ്റിയുള്ള സംസാരം തഖദ്ദമ ഫി മക്കാനിഹി ഫി കിതാബി സ്വലാത്തി, അത് ബുഖാരിയിലുള്ള കിതാബ് സ്വലാത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതുമായി ബന്ധപ്പെട്ടത് മനാക്കിബിൽ എന്തുവെന്ന് കൊണ്ടുവന്നു. അത് മനാക്കിബിൽ സുഹബത്ത് എന്നുള്ളത് വലിയ ഫളിലാണ്, വലിയ ഫളിലാണത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുയുടെ സുഹബത്ത്, ആ ഫളിൽ പറയാൻ വേണ്ടിയാണ് ഈ ഹദീസ് ഇവിടെ കൊണ്ടുവന്നത് എന്ന് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ പറയുകയാണ്. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ നോട്ടീസുകാരൻ, സർക്കാർ ത്വരീഖത്തിൻ്റെ ഈ നോട്ടീസ് എഴുതി പ്രചരിപ്പിക്കുന്ന വ്യക്തി അതിൽ വലിയ നുണ, വലിയൊരു കളവ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് പറഞ്ഞിട്ടുണ്ട്. സ്വഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിമാരാരും ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന കളവിന് ഞാൻ 2 ഹദീസ് ഉദ്ധരിച്ചു. വേറെയും ഹദീസുണ്ട്. അതിനിടയിൽ അദ്ദേഹം മറ്റൊരു കളവ് കൂടി പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ആരോ പറഞ്ഞ ചില അപരാധങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ സ്വഹാബിയാണ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതിൻ്റെ മറുപടി അടുത്ത വോയിസിൽ ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നതാണ്. വോയിസ് നീളും ദൈർഘ്യം ഭയന്നുകൊണ്ട് ആ മറുപടി അടുത്ത വോയിസിൽ പറയും. അതിനിടയിൽ ഞാൻ ഒരു ഹദീസ് കൂടി പറയുകയാണ്. മുആവിയ റളിയല്ലാഹു അൻഹു സ്വഹാബിയാണോ അല്ലേ എന്ന് ഒരു സ്വഹാബിമാരും പറഞ്ഞിട്ടില്ല എന്ന പച്ചക്കളവിനെതിരെയാണ് ഇപ്പോൾ 2 ഹദീസ് ഞാൻ പറഞ്ഞത്. ബുഖാരിയാണത് റിപ്പോർട്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ ഒരു ഹദീസ് കൂടി ഞാൻ ഉദ്ധരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ആണ് ആ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് 2604 നമ്പർ ഹദീസ് ആണ്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല കുന്തു അൽഅബു മഅ സുബിയാനി, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ കുട്ടികളോടുകൂടെ കളിക്കുകയായിരുന്നു. ഫജാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. ഫതവാറൈതു ഖൽഫ ബാബിൻ, അപ്പോൾ ഞാനൊരു വാതിലിൻ്റെ പിന്നാലെ ഒളിച്ചു. ഫജാ, അപ്പോൾ നബി എൻ്റെ അടുക്കൽ വന്നു. ഫഅതാനി ഹത്അതൻ, എൻ്റെ ചുമലിനൊന്ന് തട്ടി. വഖാല, എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇദ്ഹബ് ഉദൂലി മുആവിയ, ഇബ്നു അബ്ബാസ് എന്നവരെ നിങ്ങൾ പോയി മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഞാൻ വിളിക്കുന്നുണ്ട് എന്ന് പറയണം. അങ്ങനെ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ചെന്ന് നോക്കുമ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കുകയാണ്. ഫജിഇതു ഫഖുൽതു വഹുവ യഅകുലു, ഞാൻ നബിൻ്റെ അടുക്കൽ മടങ്ങി എന്നിട്ട് പറഞ്ഞു അദ്ദേഹം ഭക്ഷണം കഴിക്കുകയാണ്. അങ്ങനെ കുറച്ചു കഴിഞ്ഞതിന് ശേഷം സുമ്മ ഖാലലി ഇദ്ഹബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദ്ഹബ് ഫദഉലി മുആവിയ, ഇബ്നു അബ്ബാസ് എന്നവരെ നിങ്ങൾ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു കൊണ്ടുവരൂ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയൂ. കാല, അങ്ങനെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഭക്ഷണം കഴിക്കുകയാണ്. ഫജീത്തു വഖുൽതു ഹുവ യഅകുലു, നബി അദ്ദേഹം ഭക്ഷണം കഴിക്കുകയാണ്. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ബഅല്ലാഹു ബത്നഹു, ഈ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം 2604 നമ്പർ ഹദീസിൽ ഉദ്ധരിക്കുന്നു. അപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം വിളിച്ച് കൊണ്ടുവന്ന് ആവശ്യങ്ങളൊക്കെ പ്രത്യേകം ആളയച്ച് വിളിച്ചു വരുത്തുന്ന ആളാണ് എന്നുകൂടി അതിൽ നിന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഇമാം മുആവിയ റളിയല്ലാഹു അൻഹു കുത്താബുൽ വഹി എഴുതുന്ന ആളിൽപ്പെട്ട ആളായിരുന്നു. വമിൻ അഫ്ഖഹി സ്വഹാബ, സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ വലിയ ഫിഖ് അറിയുന്ന ആളായിരുന്നു. അത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആ വിഷയവും ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ആ വിഷയം ഉദ്ധരിക്കുന്നുണ്ട്. ഈ വിത്റുമായി ബന്ധപ്പെട്ട ഹദീസിൽ ഈ മൗല ചെന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു റക്അത്ത് വിത്റാക്കി എന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അദ്ദേഹം ഫഖീഹുൻ, മുആവിയ റളിയല്ലാഹു അൻഹു വലിയ ഫഖീഹാണ്, അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് സംസാരിക്കേണ്ടതില്ല. അങ്ങനെ സ്വഹാബത്തിൻ്റെ ഇടയിൽ ഫിഖ് കൊണ്ട് അറിയപ്പെട്ട മിൻ അഫാദിലി സ്വഹാബത്തിൽ വെച്ച് അഫ്ളലായ വലിയ ഫളില് ഉള്ള ആളുകളിൽപ്പെട്ട ആളും ഫുഖഹാക്കളിൽപ്പെട്ട ആളുമായിരുന്നു എന്ന് സഹീഹുൽ ബുഖാരിയിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഇത്ര വ്യക്തമായിട്ട് ബഹുമാനപ്പെട്ട
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് മുആവിയ റളിയല്ലാഹു അൻഹുവിനെ പറ്റി. അതുപോലെ ഇമാം തിർമിദി റളിയല്ലാഹു അൻഹും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതുപോലുള്ള ഹദീസ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആവിയ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രത്യേകം ദ്വാരന്നു കൊടുത്ത ഹദീസ് തിർമിദിയിൽ കാണാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആവിയ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി അല്ലാഹുമ്മ യഹ്ദി ബിഹി അല്ലാഹുമ്മ ജഅൽഹു ആദിയൻ മഹ്ദിയൻ എന്നൊക്കെ പറഞ്ഞ് ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു കൊടുത്ത ഹദീസ് അതും തിർമിദിയിൽ കാണാം. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ഇസ്ലാമിക ലോകത്തുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ മറ്റ് കിതാബുകളിലൊക്കെ ഉള്ളതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യം അടുത്ത ഒരു ക്ലിപ്പിൽ ഞാൻ പറയുന്നതാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ